മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പൊന്നമ്മ ലോകമെങ്ങുമുള്ള ഓരോ മലയാളിയും ഒരമ്മയെന്നോണം മനസ്സിൽ കരുതുന്ന കവിയൂർ പൊന്നമ്മ മലയാള സിനിമയുടെ മാതൃഭാവമായിരുന്നു. തന്മയത്വത്തോടെ അവതരിപ്പിച്ച ഓരോ വേഷവും മലയാളികളിൽ അവരോടുള്ള ആത്മബന്ധം സുദൃഢമാക്കി. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ് പ്രധാനമായിട്ട്. അത് ക്ഷമയോടെ നിങ്ങൾ കേൾക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മാധ്യമങ്ങളുടെ രീതി എങ്ങനെ വരുന്നു എന്നുള്ളത് പൊതുവെ പരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതായിരിക്കും. വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ, ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. പിന്നീട് കൗണ്ടർ പോയിൻ്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ? ഇത് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട കണക്കുകളാണ്. മറ്റൊരു ചാനലിൻ്റെ തലക്കെട്ടുകൾ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത്, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണച്ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുകയാണ്. ഓരോ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ കണ്ടെത്തിയത്. വയനാടിൻ്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ വിധിയെഴുതി. ഓണത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു സ്തോഭജനകമായ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത്. ഓണ ദിവസം അവധിയായതിനാൽ പത്രങ്ങൾക്ക് ചൂടോടെയത് ഏറ്റെടുക്കാനായില്ല. എന്നാലും മുഖ്യധാരാ പത്രങ്ങൾ ഒട്ടും മോശമാക്കിയില്ല. അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പത്രത്തിൽ കണക്ക് പിഴ എന്ന തലക്കെട്ടിൽ 1-ാം പേജിൽ തന്നെ വാർത്ത വന്നു. കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്ന ആക്ഷേപം എന്നുകൂടി ചേർത്ത് വായനക്കാരിൽ സംശയത്തിൻ്റെ പുകപടലം നിലനിർത്താനാണ് ആ പത്രം ശ്രമിച്ചത്. കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദന എന്നെഴുതി അവരാശ്വാസം കണ്ടെത്തുകയും ചെയ്തു. നാം കാണേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകമാകെ സഞ്ചരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ
കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു. കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചു പാഞ്ഞു. പഴയ ഒരു പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, പ്രശസ്ത എഴുത്തുകാരൻ ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത്, അസത്യം പറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി. പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ. എന്താണ് ഇതിൻ്റെ ഫലം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി. അതിൻ്റെ ഫലം എന്താ? കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജ വാർത്താ പ്രചരണമോ മാധ്യമധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത്. വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല, ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ്. ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കുമെതിരായുള്ളതാണ്. രാജ്യവും ലോകമാകെയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ്. ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRF-ൽ നിന്ന് 4 ലക്ഷം, CMDRF-ൽ നിന്ന് 2 ലക്ഷം വീതമാണ് നൽകിയത്. ഇതിനായി SDRF-ൽ നിന്ന് 5,24 ലക്ഷം രൂപയും CMDRF-ൽ നിന്ന് 2,62 ലക്ഷം രൂപയും ചെലവഴിച്ചു. മരണപ്പെട്ട 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്ക് 17,16,000 രൂപ സഹായമായി നൽകി. ഈ 17,16,000-ൽ 4,16,000 രൂപ SDRF-ൽ നിന്നുള്ളതാണ്. ബാക്കി 13 ലക്ഷം CMDRF-ൽ നിന്നുമാണ് അനുവദിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി SDRF-ൽ നിന്ന്
43,200 രൂപയും CMDRF നിന്ന് 4 ലക്ഷം രൂപയും വീതം അനുവദിച്ചു. ആകെ 4,43,200 രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു. ദുരന്തബാധിതരായ 1013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകുകയുണ്ടായി. SDRFൽ നിന്ന് 5,000 രൂപ, CMDRFൽ നിന്ന് 5,000 രൂപ. ഇങ്ങനെയാണത് നൽകിയത്. 1,01,30,000 രൂപ ഇതിനായി ചെലവഴിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിലെ 1,694 പേർക്ക് ഉപജീവന സഹായമായി ദിവസം 300 രൂപ വീതം നൽകി. 30 ദിവസത്തേക്ക് 1,52,46,000 രൂപ ഈ ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ 33 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി 2,97,000 രൂപ നൽകി. 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക 6,000 രൂപ വീതം നൽകി. ആദ്യ മാസ വാടക ഇതുവരെ ഈ ഇനത്തിൽ 24,95,800 രൂപ ചെലവഴിച്ചു. വ്യത്യസ്ത ദിവസങ്ങളിൽ വാടക വീടുകളിലേക്ക് ആളുകൾ മാറിയിരുന്നു. അതുകൊണ്ട് ആദ്യ മാസത്തിൽ ദിവസം 200 രൂപ എന്ന കണക്കിനാണ് വാടക നൽകിയത്. 6,000 രൂപയാണ് മാസത്തിൽ വരികയെങ്കിലും ആദ്യത്തെ ആ മാസം മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ആ ദിവസം കണക്കാക്കി 200 രൂപ വീതമുള്ള വാടകയാണ് നൽകിയത്. 649 കുടുംബങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകി. ഇതുകൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ 794 കുടുംബങ്ങളെ 28 ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനും കഴിഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ സർക്കാർ LP സ്കൂളും വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു. ദുരന്ത മേഖലയിലെ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിച്ചു. ദുരന്തത്തിൻ്റെ 50-ാം ദിവസം തേയിലത്തോട്ടങ്ങളിൽ ജോലി പുനരാരംഭിച്ചു. 4 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി തുടക്കം മുതൽ ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഒരു മന്ത്രി മുഴുവൻ സമയവും 50-ാം ദിവസം വരെ അവിടെ മേൽനോട്ടം വഹിച്ചുണ്ടായി. ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്ക് ഇട നൽകാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയുമുണ്ടായി. ആ പിന്തുണ എന്തോ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത്. ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ്. ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായുണ്ട്. ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്, ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്.
തങ്ങളുടെ വിശ്വാസ്യതർക്ക് മാത്രമല്ല സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല. ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അത്രത്തോളം നല്ലത് തന്നെ. ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത്. യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക, ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം. എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത്. അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത്. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിലുണ്ടാക്കുക. ഒരു വാർത്ത ആർക്കെതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് അവരോട്, ബന്ധപ്പെട്ടവരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത്. ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ? ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിതയുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ. അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ. 2012 മുതൽ 2019 വരെ വിവിധ സർക്കാരുകൾ പല ദുരന്തഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ
വെബ്സൈറ്റിലുണ്ട്. അത് ഒറ്റ ക്ലിക്ക് അകലെ എല്ലാവർക്കും ലഭ്യവുമാണ്. 2012 മുതൽ 16 വരെയുള്ള UDF സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ ധൂർത്തായോ പെരുപ്പിച്ച കണക്കായോ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ആരും അന്നത് വിവാദമാക്കാതെയിരുന്നത്. വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണം എന്നതിനാണ് അന്നത്തെ പ്രതിപക്ഷം പോലും മുൻഗണന നൽകിയത്. എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. ഇത്തരം ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. SDRFൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. കണക്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ. അതിന് SDRF മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകില്ല, അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. വാർഷികമായി ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അധിക ധനസഹായം
ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത്. ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക. ഓഗസ്റ്റ് 9 തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് 17 കേരളം മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്. ഓഗസ്റ്റ് 14 വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത്. SDRF ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഇത് 2 തരത്തിലാണ് ചെലവഴിക്കാനാവുക. ഒന്ന്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട്. മറ്റൊന്ന്, എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ്, അഥവാ അത് മുഴുവനായി തന്നെ. അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി SDRFൽ നിന്ന് നൽകാൻ സാധിക്കുക 1,30,000 രൂപ മാത്രമാണ്. 1 കിലോമീറ്റർ റോഡിന് 1 ലക്ഷം രൂപ, ഒരു സ്കൂളിന് 2 ലക്ഷം രൂപ. ഇങ്ങനെയാണ് SDRFൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1,30,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ? കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. SDRFന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത്. കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് തകർന്നാൽ 2 ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല. ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ്. ആ മാനദണ്ഡപ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ നമ്മുടെ അനുഭവം? അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം. ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത്. അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമണമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ. ഇനി മറ്റ് ചില ഹെഡുകൾ. അപ്പോൾ ഇതിൽ SDRFൽ ചിലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം, ക്യാമ്പ് മാനേജ്മെൻറ്റ്, ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ SDRFൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ
യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം. രണ്ടായിരത്തി 18 പ്രളയരക്ഷാപ്രവർത്തനത്തിന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. 102 കോടി രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചു. എപ്പോഴാണ് അയച്ചത്? 2019 ഫെബ്രുവരിയിൽ. അത് SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. 2018 നൽകിയ അരിയുടെ വില 205 കോടി 81 ലക്ഷം രൂപ. ഈടാക്കാൻ കത്ത് നൽകിയതും 2019 അതും SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. അതുപോലെ മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസേനകൾക്കുണ്ടായ ചെലവുകൾ, അവരുപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചെലവുകൾ, ഇവയെല്ലാം ബില്ലുകളായി പിന്നീടാണ് വരിക. അപ്പോൾ അത് കൊടുക്കാൻ SDRFൽ പണം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കുക. ഇതൊന്നും മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല. അതിനവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളുണ്ട്. വിവിധ സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് വേണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിപ്പെടാൻ. അവ യഥാർത്ഥത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കേന്ദ്ര സംഘം പരിശോധിച്ച് കുറക്കും. എന്നാൽ ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളല്ല, സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ്. SDRFലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കണക്കാക്കാനാണ് നിയതമായ രീതികളും മാനദണ്ഡങ്ങളുമുള്ളത്. ഉദാഹരണത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ട ചെലവ്, ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങൽ, ആ ഭൂമി ഇതിനായി തയ്യാറാക്കൽ, അവിടെ കുഴികളെടുക്കാൻ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കൽ, ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കൽ, മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളൊരുക്കൽ, ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ, ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ. വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 128 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം. അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം. അപ്പോൾ അതിനുകൂടിയുള്ള ചെലവുകൾ പ്രതീക്ഷിക്കണം. അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചെലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം. എന്നാൽ അത് വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല.
കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല. നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. മാനദണ്ഡങ്ങളനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുമുണ്ട്. ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത്. വേറൊരു ആക്ഷേപമുയർത്തിയത് സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ, ഇതായിരുന്നു മറ്റൊരാക്ഷേപം. മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നതിലെ സേനകളെന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിൽ കേന്ദ്രസേനകൾ എത്തിയിട്ടുണ്ട്. ആ കേരളത്തിലേക്ക് എത്തിച്ച കേന്ദ്രസേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് താമസമൊരുക്കാനും ഒന്നും ചിലവാകില്ല എന്നാണോ? വിമാനക്കൂലി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്ത സ്ഥലത്ത് എത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ? കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തിയില്ലേ? അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും കാണിക്കണ്ടേ? സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുണ്ടല്ലോ. ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ? 90 ദിവസം വരെ തെരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ? കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥമായ സേവനം ദുരന്തബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. അവരാരും തന്നെ അതിൽ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളും എന്നാണോ നാം കേന്ദ്രത്തോട് പറയേണ്ടത്? ഇതെല്ലാം പരിഗണിച്ച് വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരുമായി ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ മാറി എന്നതാണ് വസ്തുത. വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല. കാരണം പ്രതീക്ഷിക്കുന്ന ചെലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ. അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാക്കഥ മെനയുന്നത്. മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനാ വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ്. സർക്കാരിനെതിരെ മാത്രമല്ല, തങ്ങൾക്ക്
ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലേ കെവിൻ കേസ്? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമല്ലേ അന്ന് കെവിൻ കൊലക്കേസിൽ ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്? നടന്നത് ദുരഭിമാനക്കൊലയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത DYFIയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നല്ലോ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ വ്യഗ്രത കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെയും DYFIയെ ആക്രമിക്കാനായിരുന്നു ഇത്തരം ചാനലുകൾക്ക് അമിതമായ താൽപ്പര്യം. അവസാന വോട്ടും വീണ് കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യാ സഹോദരനും പിതാവുമാണെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത്. ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ? അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാലോ അത്. പ്രളയ സമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഏത് രീതിയിലായിരുന്നു ക്രൂശിച്ചിരുന്നത്? ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് ക്യാമ്പിലുള്ള ജലറോഡ് 70 രൂപ ഈ ഓമനക്കുട്ടൻ പിരിച്ചു. ആ ഓമനക്കുട്ടൻ CPIMൻ്റെ പ്രാദേശിക നേതാവ്. അദ്ദേഹത്തെ ഏത് വിധേനയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവുകാരനായല്ലേ അദ്ദേഹത്തെ ചിത്രീകരിച്ചത്? വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തു എന്തായിരുന്നില്ലേ കുറേ ദിവസം കുറേ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചത്? എന്നാൽ പിന്നീട് ഇതിൻ്റെ വാസ്തവം വ്യക്തമായതല്ലേ. SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷമാണ് ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതെന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നില്ലേ. AKG സെൻറ്റർ ആക്രമണ കേസിൽ ആളെ കിട്ടിയോ എന്തായിരുന്നില്ലേ പരിഹാസപൂർവ്വം ചോദിച്ചുകൊണ്ടേയിരുന്നിരുന്നത്? ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നില്ലേ? കൂടാതെ ഈയിടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രകനും KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയല്ലേ ഇതേ വ്യക്തി? നേരത്തെ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിലുണ്ടായ ആക്രമണ ശ്രമത്തിൽ അന്ന് വിമാനത്തിലുണ്ടാവുകയും അതിൻ്റെ ആസൂത്രണമടക്കം നടത്തുകയും ചെയ്തുവെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തില്ലേ. ന്യൂയോർക്കിലെ ലോ കേരള സഭ മേഖലാ സമ്മേളനം, അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു വാർത്ത? താരദിശ മോഡലിൽ പിരിവ് എന്നല്ലേ വാർത്ത ചമച്ചത്? ലോ കേരള സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ 82 ലക്ഷം രൂപ ഫീസ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ കൊടുത്ത തലക്കെട്ട്. ന്യൂയോർക്കിലെ സമ്മേളന നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിൻ്റെ വഴി തേടിയതിനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയല്ലേ വ്യാജ വാർത്ത നിർമ്മിച്ചത്. ഇത്തരം കാര്യത്തിലൊന്നും ഒരു ലജ്ജയില്ലാലോ. ഇങ്ങനത്തെ ഒരു വാർത്ത പൊളിഞ്ഞാൽ അടുത്ത വാർത്ത മെനയുന്നതിന് ഒരു ലജ്ജയുമില്ലാലോ. മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറുകയാണ്, അതിൻ്റെ മാനം മാറുകയാണ്. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്.
ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. സ്വീകരിക്കാൻ പാടില്ലാത്ത ഈ നില ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നത്? വ്യക്തികളെ, രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും മാധ്യമങ്ങളുടെ രീതിയാണ്. അതിൽ പുതുമ കാണുന്നില്ല. ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് പല രൂപത്തിൽ ഇപ്പോഴും തുടരുന്നു. എന്നാൽ ഇവരാലോചിക്കുന്നില്ല ഈ വ്യാജ പ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുന്നത് എന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇല്ലാതായാൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ചികിത്സാ സഹായം ലഭ്യമാകാതെ പോവുക. അതോടൊപ്പം വിവിധ ദുരിതങ്ങൾ നേരിട്ടവർക്കുള്ള അടിയന്തര സഹായങ്ങളും നിലച്ചുപോകും. അതുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നവർ ഈ ഹതഭാഗ്യരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സർക്കാർ ഇപ്പോഴത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 2135 കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2135 കോടി 29 ലക്ഷം രൂപയാണ് CMDRF നിന്ന് വിതരണം ചെയ്തത്. അതിൽ ചികിത്സാ സഹായമായി മാത്രം നൽകിയത് 685 കോടി 62 ലക്ഷം രൂപയാണ്. ആയിരക്കണക്കിന് പേർക്കാണ് സഹായം ലഭ്യമായത്. ഇതുകൂടാതെ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ സർക്കാർ വന്ന ശേഷം 856 കോടി 95 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ദുരിതമനുഭവിച്ചവർക്ക് 380 കോടി 95 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കാലയളവിൽ നൽകിയത്. ഇത് ഈ കാലം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം. അത് കൃത്യമായി പറഞ്ഞാൽ 25/5/2016 മുതൽ 20/5/2021 വരെ 5715 കോടി 92 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത്. സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് ഇല്ലാതായാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സഹായമാണ് മുടങ്ങുന്നത്. രോഗബാധിതരുടെ ചികിത്സയ്ക്ക് തടസ്സമുണ്ടാകും. അതുപോലെ തന്നെ മറ്റു പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്കുള്ള സഹായങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് വ്യാജപ്രചാരകർ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദുരവസ്ഥ നമ്മുടെ നാടിന് ഉണ്ടാകാതിരിക്കാൻ അതാവശ്യമാണ്. മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്, അങ്ങനെ പറഞ്ഞു പരത്തുന്നത് എന്ന് പറയാനാകില്ല. അതിന് പിന്നിലെ രാഷ്ട്രീയവും അജണ്ടയുമുണ്ട്. അതാണ് കൃത്യമായി പരിശോധിക്കേണ്ടത്. ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയം 2018 കോൺഗ്രസ് അനുകൂലികളായ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സാലറി ചാലഞ്ചിനെതിരെ രംഗത്ത് വന്നു. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷമായി അന്നവർ അധപ്പതിക്കുന്നതാണ് നാം കണ്ടത്.
സാലറി ചാലഞ്ചിനോട് മുഖം തിരിക്കുക മാത്രമല്ല, ക്യാമ്പയിൻ മുടക്കാൻ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തു. സർക്കാർ ഇന്നാട്ടിലെ അധ്യാപകരെയും ജീവനക്കാരെയും അകാരണമായി പിഴിയുന്നുവെന്നാണ് അന്നിവർ പറഞ്ഞു വരുത്തിയത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചാരണങ്ങളെ വകവെക്കാതെ തന്നെ നാടിൻ്റെ പുനർനിർമ്മാണത്തിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പങ്കാളിയാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കൊറോണ കാലത്ത് മാനദണ്ഡം ലംഘിച്ച് ആളുകളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വം ചെയ്തത്. സമര കോലാഹലങ്ങൾ നടത്തി നാടിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാൻ ശ്രമിച്ചു. വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴ അന്നവർ നടത്തുകയും ചെയ്തു. കോവിഡ് വിഷയത്തിലെ സാലറി ചാലഞ്ച് വഴി ധനമന്ത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ സർക്കാർ ജീവനക്കാർക്ക് മാൻഡേറ്ററി സാലറി കട്ട് നൽകുന്ന അതേ സമയത്താണ് 6 ദിവസത്തെ ശമ്പളം കടമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കേരളത്തിലെ സർക്കാർ അഭ്യർത്ഥിച്ചത് എന്ന് നാം ഓർക്കണം. ലോകം മുഴുവൻ മഹാമാരി മരണം വിധിച്ച സമയമായിരുന്നു അത്. തൊഴിൽ നഷ്ടപ്പെട്ട് സകലരും വീട്ടിലടച്ചിരിക്കുന്നു. സർക്കാരുകളുടെ വരുമാനം നിലച്ചപ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വേണ്ടത്ര കാശില്ലാതെ ലോകമാകെ സർക്കാരുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം, പലയിടങ്ങളിലും ശമ്പളം മുടങ്ങുന്ന നില. എന്നാൽ കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല. 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മാത്രമാണ് സർക്കാർ ജീവനക്കാരോട് സർക്കാർ അന്ന് അഭ്യർത്ഥിച്ചത്. സർക്കാരിൻ്റെ ഉത്തരവ് തെരുവിൽ കത്തിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ ചെയ്തത്? ഇതിനും പുറമെ 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മനസ്സില്ലാതെ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹർജിയുമായി ഹൈക്കോടതി മുൻപാകെ പോയതും ഓർമ്മയില്ലേ? ഇപ്പോൾ പെരുപ്പിച്ച കണക്ക് എന്നും വ്യാജ കണക്ക് എന്നും മറ്റുമുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതും ഇതേ കൂട്ടരുണ്ട് എന്നത് നാം കാണണം. കേന്ദ്ര സർക്കാർ വയനാടിനായി ഇതുവരെ പ്രത്യേക സഹായമൊന്നും നൽകിയിട്ടില്ല. സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുകയായി ദുർവ്യാഖ്യാനം ചെയ്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ പ്രധാന നേതാക്കളും ഉണ്ട് എന്നത് നാം കാണുകയാണ്. ആ പരിഹാസ്യ സമീപനം നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയേയല്ല, അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സഹായം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നാടിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുക. മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ആഴവും പരപ്പും എന്തെന്ന് കാട്ടിത്തരുന്ന കൃത്യമായ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കൊള്ള എന്ന ഏറ്റവും പുതിയ അസത്യപ്രചാരണം. ഒരു പകൽ മുഴുവൻ തങ്ങളാൽ കഴിയും വിധം നുണ പ്രചരിപ്പിച്ച ശേഷം തെറ്റുപറ്റിപ്പോയെന്ന ചിലരുടെ പരിവേദനങ്ങളും പിന്നീട് കേൾക്കുകയുണ്ടായി. തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയതിന് ശേഷം ആദ്യം തിരുത്തു കൊടുത്തത് തങ്ങളാണെന്ന് വരെ മേനി നടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമലോകം എത്തുന്ന സ്ഥിതിയിലാണ് ഉള്ളത് എന്ന് നാം കാണണം. മത്സരമുണ്ട്
ചാനലുകളുടെ മത്സരമുണ്ട്. ആ കിടമത്സരത്തിൽ വ്യാജ വാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യ പ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത്. സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യം മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് സർക്കാരിനെ പഴിചാരാൻ ഉപയോഗിക്കുകയായിരുന്നു എന്നത് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ്. ദുരന്താനന്തരം ലഭിക്കേണ്ടുന്ന കേന്ദ്ര സഹായം മുടക്കാനുള്ള കൊട്ടേഷനാണോ ഇക്കൂട്ടർ ഏറ്റെടുത്തതെന്ന സംശയം സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഉണ്ടായ ദുരന്തത്തിൽ നിന്നും നാടിനിയും കരകയറിയിട്ടില്ല. കേരളം ഒന്നായി വയനാട്ടിനൊപ്പം ചേർന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുത് എന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കളുടെ MLA തന്നെയായ PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഒരുപാട്. അത് റിപ്പോർട്ട് ചെയ്തും വ്യാജ വാർത്തയായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥമല്ലേ? അല്ല, ഇത് ശരിയാണെന്നല്ലേ? അത് പറയാം. ഇത് ശരിയാണെന്നല്ലേ? ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നല്ലേ കാണുന്നത്? അല്ല, അത് ഞാൻ പറയാലോ. എന്താ നിങ്ങൾ ബേജാറാവുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി ഇപ്പോൾ പറഞ്ഞ്? 1 മണിക്കൂറോളായി. അപ്പോൾ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഏത് ചാനലാ? റിപ്പോർട്ടർ. റിപ്പോർട്ടർ അല്ല. പ്രതീക്ഷിക്കുന്ന കണക്കുകൾ കൊടുക്കുമ്പോഴും ഇപ്പോൾ 1000 കോടി ചോദിക്കുമ്പോൾ 200 കോടി മാത്രം കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇതിനു മുമ്പുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും കേരളം ആവശ്യപ്പെട്ടതിന് 3-1 4-1 തുക മാത്രം നൽകുന്ന ഒരു രീതി. അപ്പോൾ അതല്ലേ അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നം? അതൊരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ SDRFൻ്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിന് മാറ്റം വേണം. അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ടും പറഞ്ഞു. ഇത് SDRF അനുസരിച്ച് ഇത്രയാണ്, നമ്മൾ യഥാർത്ഥ നഷ്ടം ഇത്ര സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ കണക്കാക്കിയത് ഇത്രയുണ്ട്, ഇനിയും വിശദമായി കണക്കാക്കാനിരിക്കുകയാണ്. അതോടൊപ്പം പുനർനിർമ്മാണം, അത് നേരത്തെ പറഞ്ഞു 2000 കോടിയിൽ പരം വരും, അതും പറഞ്ഞു. അപ്പോൾ ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന നിലയാണുള്ളത്. അവർ അന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ്. ഞങ്ങളുടെ ടീം അവിടെയുണ്ട്, അവർ പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ നടപടി സ്വീകരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അത് വൈകുന്നു. ആ വൈകുന്ന കാര്യവും ഒരു മാധ്യമവും പറയുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രധാനമന്ത്രിയെ കാണാനായി ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയെ കണ്ടെന്ന് പറയും വയനാട് ദുരന്തത്തിന് ശേഷം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്തി, അതായത് നമുക്ക് സഹായം കിട്ടാത്തതും നമുക്കുണ്ടായ നഷ്ടത്തിന്റെ തീവ്രതയും അത് പുനരധിവാസം അടക്കമുള്ള കാര്യം, ആ കാര്യങ്ങളിൽ അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തില്ല. അപ്പോഴെന്താണ് കേന്ദ്രത്തിൽ ലഭിച്ച മറുപടി? അതെ, പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടത് ഈ 3ാമത്തെ തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. അത് കണ്ടിരുന്നില്ല ഇതുവരെ. അത് മറ്റ് അദ്ദേഹത്തിൻ്റെ തിരക്കും എൻ്റെ തിരക്കും എല്ലാം കൂടി തന്നെയാണ് കാണാൻ വൈകിയത്. ഏതായാലും അതൊരു കേഴ്സി കോളായിരുന്നു. പക്ഷേ ആ കേഴ്സി കോളിൽ മാത്രം നിന്നില്ല. മറ്റ് പൊതുവിൽ സംസ്ഥാനത്തിന് നിവേദനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിവേദനം കൊടുത്തു. അപ്പോഴും ഞങ്ങളുടെ ടീം അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ നടപടിയെടുക്കും എന്ന് തന്നെ ഉറപ്പായി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു നിഷേധാത്മക സമീപനമല്ല ആ ഘട്ടത്തിലുണ്ടായത്. പക്ഷേ ഇതേവരെ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ഫിക്സ് ചെയ്യുന്നതിലും അത് പിന്നീട് നമുക്ക് നൽകുന്നതിലുമെല്ലാം ഇപ്പോഴും വളരെ പഴയ കാലഹരണപ്പെട്ട രീതികൾ ഉള്ളത് കൊണ്ടല്ലേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത കണക്കുകൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്? അത് പൊതുവിലുള്ളതാണ്, പൊതുവിലുള്ളൊരു കാര്യമാണ്, പൊതുവിലുള്ള ശരിയായൊരു പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. രാജ്യത്താകെയുള്ള ആ മാനദണ്ഡം
മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു മാനദണ്ഡത്തിൽ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല. പലപ്പോഴും സ്പെഷ്യൽ പാക്കേജുകൾ അവർ പലയിടത്തും അനുവദിക്കുന്നുണ്ട്. അത് നമ്മളെ അനുഭവത്തിൽ ഈ ഘട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം സംസാരിക്കുമല്ലോ. അത് പരിശോധനയിലാണെന്നല്ലേ അവർ മറുപടി പറയുന്നത്. ആ ഒരു കാര്യം, അതായത് ഈ കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് വാർത്ത കൊടുക്കുന്നില്ല എന്ന് സിഎം പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് സിഎം നേരത്തെ പറഞ്ഞ വയനാട്ടിലെ വിഷയത്തിൽ ഗൗരവമായ കാര്യങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മറ്റു കുറച്ച് വിഷയങ്ങളിലേക്ക് കൂടെ കടക്കണമെന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അല്ലേ? ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞോട്ടെ. ഇതിനെപ്പറ്റി മറ്റു വിഷയങ്ങളില്ലെങ്കിൽ മറ്റു വിഷയത്തിലേക്ക് കടക്കാം നമുക്ക്. അതിന് പ്രശ്നമില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ? അതല്ല, അല്ല, പൊതുവിൽ മാധ്യമങ്ങളുടെ രീതിയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഈ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ ഇതുമായി സഹകരിക്കുകയാണ്. നല്ല സഹകരണം പൊതുവേ ഉണ്ട്. അതിലൊരു പ്രശ്നവുമില്ല. നല്ല സഹകരണം തന്നെ പൊതുവേ ഉള്ള. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ കാണണ്ടേ? യഥാർത്ഥത്തിൽ ഇളം മനസ്സിൽ കള്ളമില്ലല്ലോ. അവരുടെ സമ്പാദ്യം ചെറിയ കൊടുക്കുക, അതുമായിട്ട് വന്ന് അതാകെ തരികയല്ലേ. എത്ര കുട്ടികളാണ് അങ്ങനെ തയ്യാറാകുന്നത്? അപ്പോൾ നാടിൻ്റെ ഒരു പൊതുവായ വികാരമാണത് കാണിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺ വരെയുള്ളവർ അതിനങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി ഇതാ ചോദിച്ചോട്ടെ. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അതാണ് ശരിയായ രീതിയിൽ നേരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അത് പുനഃപരിശോധിക്കണം എന്ന് മാത്രമല്ല, ഇത് വളരെ അപര്യാപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ശരിയായ പ്രശ്നമാണ്. പക്ഷേ പൊതുവിലെടുക്കേണ്ടതാണ്. വയനാട് കഴിഞ്ഞാൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് താങ്കളുടെ തന്നെ MLA ആയ PV അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ്. അതിന് മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു എന്നറിയാൻ സമൂഹത്തിന് വലിയ കൗതുകമുണ്ട്. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറ്റവും പ്രസക്തമാകുന്നത്. ഒന്ന് പറയാമോ സിഎം? സമയം കഴിയും. പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ, സമയം കഴിയുന്നില്ല. ഞാൻ പറയാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ പറയാൻ തയ്യാറായി ഇവിടെ ഇരിക്കല്ലേ. നിങ്ങളതിനെ സമയം കഴിഞ്ഞു എന്ന് പറയുന്നത്. അല്ല, അത് കൂടുതൽ സമയം എടുക്കുകയാണ്. ഒരാഴ്ചക്കകം അത് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അത് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ 5 മാസങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വിവരാവകാശ രേഖ കൊടുത്തതിന് അങ്ങനെ ഒരു അന്വേഷണം തന്നെ ഇല്ല എന്നുള്ളൊരു മറുപടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മനോരമ ന്യൂസിന് ലഭിക്കുകയും ചെയ്തു. അക്കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അതിലൊരു നടപടി ഇന്നലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ള സത്യം എന്താണ്? അതിൽ തൃശ്ശൂർ കാര്യം സംബന്ധിച്ച്, നമ്മുടെ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ ആ വസ്തുതകൾ അംഗീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ആ വസ്തുതകൾക്കനുസരിച്ചല്ല റിപ്പോർട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടല്ല, ഈ റിപ്പോർട്ട് നൽകിയത്. ഈ വിവരാവകാശ കമ്മീഷന് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്.
24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ 5 മാസം കഴിഞ്ഞു. അങ്ങ് അല്ല, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ അടുത്ത് കടലാസുകൾ വന്നപ്പോൾ ഒരാഴ്ച മുമ്പാണത് വരുന്നത്. ആ വന്നപ്പോൾ 24-ാം തീയതിക്ക് മുൻപ് ഇത് റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുന്നത് 2024 ഏപ്രിൽ 21-നാണ്. ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാത്തത്? കാരണം കുറ്റാരോപിതനായ ADGP MR അജിത്കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങക്ക് ഈ നീട്ടിക്കിട്ടണമെന്ന അപേക്ഷ അങ്ങക്ക് വരുന്നത്. ഏപ്രിൽ 21 മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരാഴ്ചയ്ക്കകത്ത് അന്വേഷണം ഉണ്ടാവുന്ന ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് വൈകുമ്പം മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ച ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് തിരക്കേണ്ടതല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല എന്ന് ചോദിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഒരു സംശയം അതിൽ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേലെ നടപടിക്കും റെഡിയാക്കിയത്. ADGP അജിത്കുമാറിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത്. ആ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിച്ചാൽ മതിയോ? അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ അങ്ങയോട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയം വേണമെന്ന കാര്യം ADGP MR അജിത്കുമാറോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം വന്ന ശേഷമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ശേഷമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഒരു അഗ്ലി ഹേസ്റ്റില്ല അതിനകത്ത്. അങ്ങനെയല്ലത് നിങ്ങൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് തരുന്നില്ല, എന്താണ് തരാത്തത്, ഉടനെ തരണം എന്ന് പറയുമല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം എൻ്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ വിവരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാവും, ഈ 24-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. നേതാക്കളുമായി ADGP 2-3 തവണ കൂടിക്കാഴ്ച നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് ഊഴം വെച്ച് RSS നേതാക്കളെ കാണുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തെറ്റ് കാണുന്നില്ലേ? അതിന് എന്തുകൊണ്ട് ഇത്തരം ഒരു ഉദ്യോഗസ്ഥരെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അത്ര ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ RSS നേതാക്കളെ ഒന്നിനു പിറകെ ഒന്നായി കാണാൻ പറ്റുമോ? ADGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതാണല്ലോ വസ്തുത. ഇതിൽ ഞാൻ പറയട്ടെ, ആവട്ടെ, ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുപോട്ടെ. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല. ഇപ്പോൾ രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോ എന്നറിയില്ല, എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതി മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചത്, അത് ആ പുസ്തകത്തിൻ്റെ ആ ഭാഗം എൻ്റെ കൈവശമുണ്ട്. ഇതിലെ പേജ് നമ്പർ 148. ആ 148-ാം പേജിൽ പറയുന്നത്, DGP പദവി സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ജയറാം പടിക്കൽ 91-ലെ പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭയപ്പെടാൻ തുടങ്ങി. പ്രതീക്ഷിക്കും പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി. അത് തടയാനായി മാർഗങ്ങൾ ആരായുന്നതിനിടയിലാണ് ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം
ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നും അതിനാൽ അവിടെ പൂർണ്ണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പടിക്കൽ അറിഞ്ഞത്. അതിൽ പരിഭ്രാന്തനായതിനിടയിലാണ് കരുണാകരനും ചില നീക്കുപോക്കുകളെക്കുറിച്ച് ആലോചിക്കുന്നതറിഞ്ഞത്. എന്തായിരുന്നു ആ നീക്കുപോക്കുകൾ? ഒന്ന് വിശദമാക്കാമോ? ചോദ്യം ഗ്രന്ഥകർത്താവായ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ്. അതിന് ജയറാം പടിക്കലിൻ്റെ മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഉദ്ധരണിയാണ്. 1991 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന് കരുണാകരൻ ഭയപ്പെട്ടു. അതിൽ നിന്നും രക്ഷ നേടാനായി കണ്ട എളുപ്പവഴിയാണ് BJPയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം. എന്നാൽ പരസ്യമായൊരു ബന്ധം കൂടാൻ ഇരു പാർട്ടിയിലെ നേതാക്കന്മാരും ഒരുക്കമായിരുന്നില്ല. വടകര ബേപ്പൂർ ഫോർമുല എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെട്ട നീക്കമനുസരിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റുള്ളിടങ്ങളിൽ BJPക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ധാരണയുണ്ടാക്കി. BJP ഒരു നിയമസഭാ മെമ്പറെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആദ്യവട്ടം ചർച്ചകൾ നടക്കുന്നത് എൻ്റെന്ന് വെച്ചാൽ എൻ്റേതല്ല കേട്ടോ, ജയറാം പടിക്കലിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ പിന്തുണക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങളിലാകട്ടെ പരാജയ പ്രതീക്ഷയുള്ളവരെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരുന്നത്. ഇനി അതിന് താഴത്തെ പാരഗ്രാഫ് കൂടി വായിക്കേണ്ടതുണ്ട്. BJPയും അറിയട്ടെ നിങ്ങൾ, BJPയും കോൺഗ്രസുമായി കൂട്ടുകൂടിയാണെങ്കിൽ കൂടി UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് പടിക്കൽ ഈ അവിഹിത ബന്ധത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ തയ്യാറായത്. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഇടനിലയും കാർമ്മികത്വവും വഹിച്ചത് താൻ തന്നെയാണെന്ന് കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് മേധാവി ജയറാം പടിക്കലാണ് വെളിപ്പെടുത്തിയത്. ജയറാം പടിക്കൽ ജീവിച്ചിരുന്ന ഘട്ടത്തിലൊന്നും ഈ ആരോപണം അവാസ്തവമാണെന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല. ഇന്നും വിപണിയിൽ ലഭ്യമായ ഈ പുസ്തകവും അതിലെ വെളിപ്പെടുത്തലും പച്ചയായ സത്യമായി മുന്നിലുള്ളപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ പഴയ നേതാവിനും ചേർന്ന് തൊപ്പി എൻ്റെ തലയിൽ ചാർത്താൻ നോക്കിയത്. സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ MLA ഉന്നയിച്ചത്. ഇപ്പൊ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ P ശശിക്കെതിരായി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം താങ്കൾ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ CM-ന് ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ പറയാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്തത്? അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്
സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ SPA അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി SPA ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരോപണ വിധേയർ ആര് എന്തല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത്. എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും. അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതും. പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കരങ്ങളിൽപ്പെട്ടവർ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടരായിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം. ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ
കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ഭാഗമുണ്ട്. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയാം. ധൃതിപ്പെടണ്ട. അതല്ലേ, ഞാൻ തയ്യാറായിരിക്കുകയല്ലേ. നിങ്ങളതിന് വേവലാതിപ്പെടുന്നു. ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി. ആരാ? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ. ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബാക്കി അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഇത് നാട് അറിയേണ്ടതായിട്ടുണ്ട്. 2023 ഡാൻസ് ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം. ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. പിടികൂടിയത് 1200 ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് 950 ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം. സ്ഫോടനാത്മകമായ വാർത്തയല്ലേ. 1200 ഗ്രാം പിടികൂടി, കോടതിയിലെത്തുമ്പോൾ വെറും 950 ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി 250 ഗ്രാം എവിടെ പോയി? അതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ അതിൽ ഒരു വിശദീകരണം വരുന്നത് 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2023 17 2022 വർഷത്തിൽ 27 2024 6 കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത്. സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ധവസ്സിലെടുക്കുന്നതും. അതായത് സ്വകാര്യമായിട്ടല്ല. ആരൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ധവസ്സിലെടുക്കലും ഒക്കെ. ഈ റിപ്പോർട്ട് പ്രകാരം 2022 2023 2024 വർഷങ്ങളിൽ 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയായി വ്യത്യാസം? ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ്. അത് നേരെ സ്വർണ്ണാട വെക്കുകയല്ല. അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം. ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം. വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത്. ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക. അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം. അതിൻ്റെ തൂക്കമാണ് പിന്നെ കാണിക്കുന്നത്. ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം. ഉദാഹരണത്തിന് 2022 ആഗസ്റ്റ് 8 പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത്. കട്ടിയായിട്ടല്ല, വലിയ ബിസ്ക്കറ്റായിട്ടല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുക. വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ 1519 ഗ്രാം. വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ 978.85 ഗ്രാം. ഇതാണ് വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിന് ശേഷം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു. അതറിയാലോ എങ്ങനെയാണെന്ന്. പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത്. ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്, എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ്. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല.
ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിൻ്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത്. അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, അതിന് പിടികൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും, അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ആരാണ് PV അൻവറാണോ എന്ന് വ്യക്തമാക്കണം. കാരണം സ്വർണ്ണക്കടത്ത് കൂടാ പോലീസിന്റെ ആത്മവീര്യപ്പെടുത്തുന്നു, ആകെ ഈ കാര്യം ഹവാലപ്പണം പിടിക്കുന്നത് നടത്തിക്കൂടാ എന്നൊരു നിലപാടെടുക്കുന്ന PV അൻവറാണോ? അതാണ് അങ്ങ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് അല്ല, ഇത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ, എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര്. നിങ്ങൾ ഏതാ ഞാൻ കേട്ടില്ല. അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, പരാതി തന്നെ പിന്നെ തന്നു. ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടിയുണ്ടാവും. പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം, അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷെ പറയണം, അത് മുഖ്യമന്ത്രി എന്ന നിലക്ക് പറയുന്നതല്ല കേട്ടോ. അല്ല, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ല, ഈ ചോദ്യത്തിന് ഞാൻ പറയാം. അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് സാധാരണ നിലക്ക് ഞാനല്ല അത് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാണ്. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIMൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. അതെ, സ്വാഭാവികമായിട്ടും അൻവർ എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? കാരണം ഇപ്പോൾ CM ഉയർത്തിയത് വളരെ ഗൗരവമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതും പരിശോധിക്കുമോ? അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്.
ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ 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 അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ, അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ, അതാണ് ഏറ്റവും നന്നാവുക. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി ചോദിച്ചപ്പോഴാണ് CM മറുപടിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദയവേത് അതിനും കൂടി ഒന്ന് മറുപടി പറയണം. എന്താ സംശയം എന്ന്? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്തിനാ ധൃതിപ്പെടുന്നത്? നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ, അത് മനസ്സിലാക്കണം. അതെനിക്കറിയില്ല. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണോ? അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്ന്. ഒരാരോപണം വന്നു എന്നുള്ളതിൻ്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടത്. നിങ്ങളൊരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം? എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. അങ്ങനെയോ സർക്കാരിനെയോ പ്രതിനിധീകരിച്ച അല്ല ADGP RSS നേതാക്കളെ കണ്ടതെന്ന് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതും ആ കണ്ടതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നാണ് കരുതുന്നത്. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ. പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം. ശരി ശരി. അൻവർ MLA പരാതി കൊടുത്തിട്ടുള്ള പാർട്ടിക്കാണ്. അപ്പൊ അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒരു കാര്യം. മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGPയുടെ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ശരിയാണ്? വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു പറ. അദ്ദേഹം ചോദിക്കട്ടെ. പറ. ഇക്കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി യോഗത്തിൽ അങ്ങ് വ്യക്തമാക്കിയതാണെന്ന് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അന്ന് ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സമ്മതിച്ചതാണ്. പക്ഷെ പിന്നെയും അവർക്ക് ഒരു അവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആവർത്തിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, പ്രസംഗം എഴുതുന്നു, നേതാക്കൾ പരസ്യമായി അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ്. അങ്ങനെയൊന്നും നിങ്ങൾ കാണണ്ട. ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ. ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ. അൻവറിന്റെ കാര്യം എന്താണ്? ഈ സ്വർണ്ണക്കടത്തുകാർക്കും അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്കും വേണ്ടിയാണ്
നിങ്ങളെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, എൻ്റെ വായിലുണ്ട. ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് എൻ്റെ പേരെ ഇട്ടിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട. ആ രണ്ടാഴ്ച മുമ്പാണ് നേരിട്ട് കണ്ടത്. ആ സമയത്ത് തന്നെ അൻവറിനോട് പറയാമായിരുന്നല്ലോ CM-ന് ഇങ്ങനെ പരസ്യമായി പറയാൻ പാടില്ല. അതിനുശേഷം ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നുണ്ട്. അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം, ഇത് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി. അന്നും അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ആകെ 5 മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, അത് വസ്തുതയല്ല. 5 മിനിറ്റാണ് കണ്ടത്. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് വസ്തുത. ചോദിക്കട്ടെ. അങ്ങ് നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങേ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടലാക്കോടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ADGP MR അജിത്കുമാറുമായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിധം സംരക്ഷിക്കുന്നത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ടയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ. ഇവിടെ കേൾക്കുന്നത് ഇതെന്തിന് നിങ്ങളതിന് ധൃതി കാണിക്കുന്നത്? ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം, ഇത് ഇങ്ങനെയാണെന്നത്. പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അവരൊക്കെ CM ഓഫീസാണ്, CM ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. ദുർബലമാക്കാനാണോ ഈ ശ്രമിക്കുന്നത്? ആവർത്തിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നിരന്തരമായ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിർത്താം, നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ ഫോൺ ചോർത്തലിന്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ഉന്നയിച്ച കാര്യം പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാമല്ലോ. ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല. അത് സാധാരണ നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ.
അല്ല, ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം. അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത്. അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല, കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറയും. സാധാരണഗതിയിൽ നമ്മൾ അനുഭവം വെച്ച് മുഖ്യം എന്നുള്ള നിലയിൽ താങ്കൾ ഒരു MLA-യോട് ഇനി സംസാരിക്കേണ്ടത് പറഞ്ഞാൽ സാധാരണ സംസാരിക്കാനുള്ള ഈ അൻവർ എന്തുകൊണ്ടാണ് വീണ്ടും അത് ഇന്ന് പോലും സംസാരിക്കുന്നത്? അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. സഖാവ് MM ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ്. അത്യുജ്വലമായ സമരപാരമ്പര്യം, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള, ദീർഘകാലം LDF കൺവീനറായിട്ടുള്ള, കേരളത്തിലാകെ അറിയപ്പെടുന്ന ആ നേതാവിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇനി പിന്നെ പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കാണും.